ക്രൂസിനൊപ്പം കാൽവരിയിലേക്ക് 27-ാം ദിനം. അന്നു വേണ്ടുന്ന ആഹാരത്തിന് വേണ്ടി അധ്വാനിച്ചില്ലെങ്കിൽ പട്ടിണിയാകേണ്ടി വരുന്ന ഒരു മരപ്പണിക്കാരന്റെ മകൻ നമ്മളോട് പറയുന്ന ഒരു വാചകമുണ്ട്: ഒന്നിനെക്കുറിച്ചും നിങ്ങൾ ആകുലരാകേണ്ട എന്ന്. ആ മകനെ തന്റെ 12-ാം വയസ്സിൽ കാണാതായപ്പോൾ തികഞ്ഞ ആദിയോടെ അന്വേഷിച്ചിറങ്ങിയ അപ്പനോടും അമ്മയോടും അവൻ ചോദിക്കുകയാണ്: നിങ്ങൾ എന്തിന് എന്റെ കാര്യത്തിൽ ഉൾക്കൊണ്ടവരാകുന്നു? ഞാൻ എന്റെ പിതാവിന്റെ കാര്യത്തിൽ വ്യാപകനായിരിക്കേണ്ടവനാണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ ആവശ്യതകളും അറിയുന്ന ഒരു നല്ല പിതാവാണ് നമുക്കുള്ളത്. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ലഭിക്കും. വിശുദ്ധ മത്തായി സുവിശേഷം 6-ാം അധ്യായം 27-ാം തിരുവചനത്തിൽ നാം കാണുന്നു: ഉത്കണ്ഠ കൊണ്ട് ആയുസ്സിന്റെ ദൈർഘ്യം ഒരു മുഴമെങ്കിലും കൂട്ടാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും സാധിക്കുമോ? സ്നേഹമുള്ളവരെ, അല്പ ആയുസ് മാത്രമുള്ള നാം വിചാരിച്ചാൽ ആയുസ്സിന്റെ ദൈർഘ്യം 1 ഇഞ്ച് പോലും കൂട്ടുവാനോ കുറയ്ക്കുവാനോ അശക്തിയും അപ്രാപ്തിയുമായ നാം എന്തിനാണ് നാളെ എന്റെ ജീവിതം എങ്ങനെയായിത്തീരും, എന്റെ ജീവിതം എന്തായിരിക്കും എന്ന് വിചാരിച്ച് വ്യാകുലപ്പെടുന്നത്? എല്ലാം അറിയുന്ന നമ്മുടെ പിതാവ് നമ്മുടെ അന്നത്തെ കഷ്ടപ്പാടുകളും വേദനകളും സഹനങ്ങളും എല്ലാം അറിയുന്നുണ്ട് എന്നും അത് എങ്ങനെ തരണം ചെയ്യണം, എങ്ങനെ അതിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തണമെന്ന വിചാരവും ആ പിതാവിനുണ്ട് എന്ന് വിചാരിച്ച് ജീവിക്കാൻ നമ്മുടെ എല്ലാം ദുഃഖം സന്തോഷമായി മാറും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ വേദനകളും കഷ്ടപ്പാടുകളും സഹനങ്ങളും വേദനകളും ഒക്കെ ഉണ്ടാകുമ്പോൾ നാം നിരാശരാകരുത്. നമുക്ക് പിതാവിനെ ആശ്രയിക്കാം, സന്തോഷിക്കാം, ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ നമ്മെ താങ്ങിക്കൊള്ളും. സ്തുതിയായിരിക്കട്ടെ.